കേരളത്തിന്റെ മുഖ്യമന്ത്രി CPIM-ന്റെ പ്രമുഖ നേതാവായിരുന്ന സഖാവ് നായനാരാണ്. അന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് ഈയിടെ മരണപ്പെട്ട പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് VS അച്യുതാനന്ദനാണ്. 80-ലെ നായനാർ ഗവൺമെന്റ് ഇന്ത്യയിലാദ്യമായി 80 എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം 1947 നമുക്ക് കിട്ടിയതിന് ശേഷം എത്ര വർഷം കഴിഞ്ഞിട്ടുണ്ടാകും? 80-ലേക്ക് 33 വർഷം. ആ 33 വർഷത്തിനിടയിൽ രാജ്യത്തൊരിടത്തും പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല. അപ്പോഴാണ് നായനാർ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. എന്താ അതിന് പിന്നിൽ ഗവൺമെന്റ് അന്നത്തെ ഇടതുപക്ഷം ജനങ്ങളോട് പറഞ്ഞ, സമൂഹത്തോട് അതിന് പറഞ്ഞ കാരണം? മണ്ണിൽ പണിയെടുക്കുന്ന, ചേറിൽ പണിയെടുക്കുന്ന, വയലിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളി യഥാർത്ഥത്തിൽ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നവരാണ്. അധ്യാപകരും സർക്കാർ ജീവനക്കാരും പട്ടാളക്കാരും പോലീസും MP-മാരും MLA-മാരും ഒക്കെയാണ് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നത് എന്നാണ് കാഴ്ചപ്പാട്. ഈ മണ്ണിൽ പണിയെടുക്കുന്നവനാരാ? രാവിലെ പോകുന്നു, പണിയെടുക്കുന്നു, കൂലി വാങ്ങുന്നു, തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു, വയലിൽ പണിയെടുക്കുന്നു, തെങ്ങ് കയറുന്നു, മരം കയറുന്നു. അവനെന്താ ഇപ്പോൾ ഈ രാഷ്ട്ര നിർമ്മാണത്തിൽ എന്ത് പങ്കാ വഹിക്കുന്നത്? അതേസമയം കലക്ടർ, വില്ലേജ് ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി, മാഷ്, പട്ടാളക്കാരൻ, പോലീസുകാർ, ഇവരൊക്കെ രാഷ്ട്ര നിർമ്മാണത്തിൽ ഇതാണ് സമൂഹത്തിലുള്ള കാഴ്ചപ്പാട്. അപ്പോഴാണ് ആദ്യമായി ഒരു മുഖ്യമന്ത്രി, ഒരു പാർട്ടി, ഒരു മുന്നണി ലോകത്തോട് വിളിച്ചു പറയുന്നത്, നിങ്ങൾ സർക്കാർ ജീവനക്കാരും അധ്യാപകരും മാത്രമല്ല രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നത്. ആരും പങ്കുവഹിക്കുന്നുണ്ട്? ഈ നാട്ടിലെ ചേറിൽ പണിയെടുക്കുന്ന, രാപകലില്ലാതെ മണ്ണിൽ പണിയെടുക്കുന്ന പാപം കർഷക തൊഴിലാളികളും പങ്കുവഹിക്കുന്നുണ്ട്. കാരണം അവനാണ് പറമ്പ് കിളക്കുന്നത്, അവനാണ് വയൽ ഉഴുതുമറിക്കുന്നത്, അവിടെയാണ് സ്ത്രീകളും പുരുഷന്മാരും പോയിട്ട് ഞാറ് നടുന്നത്, അവിടെയാണ് അവൻ തെങ്ങ് വെക്കുന്നത്, അതിന് വളമിടുന്നത്, അതുപോലെ മറ്റൊരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്, പച്ചക്കറി ഉണ്ടാക്കുന്നത്. അതെല്ലാം ഈ നാട്ടിലെ ജനങ്ങളെ ആകെ തീറ്റിപ്പോറ്റുകയാണ്. അങ്ങനെ മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. അപ്പോൾ അവരുടെ സേവനം, അവരുടെ ജോലി എന്ന് പറയുന്നത് ഈ പാവം തൊഴിലാളികളുടെ ജോലി മാത്രമല്ല, അത് രാജ്യത്തെ നിർമ്മിക്കാനുള്ള പ്രവർത്തനമാണ്, സമൂഹത്തെ മാറ്റിത്തീർക്കാനുള്ള പ്രവർത്തനമാണ്, ജനങ്ങളുടെ വിശപ്പടക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിശപ്പടക്കി നല്ല ഭക്ഷണം കഴിച്ച് അതിൽ നിന്ന് കിട്ടുന്നുള്ള ഊർജം ഉപയോഗിച്ച് വീണ്ടും അധ്വാനിച്ച് വീണ്ടും ഉൽപാദനം നടത്തി അങ്ങനെയാണ് സമൂഹം വളർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് കർഷക തൊഴിലാളി എന്ന് പറയുന്നത് വെറും ഒരു സാധാരണ തൊഴിലാളിയായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾ അവരെ കാണുന്നത് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നവരാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ളവർക്ക് ഒരു 10-60 വയസ്സായി. നിങ്ങളിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും അധ്യാപകരും ഒക്കെ 10, 55, 56 വയസ്സായാൽ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? പെൻഷൻ കിട്ടും. നേരത്തെ സർക്കാർ നേരിട്ടാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴതിൽ മാറ്റം വന്നിട്ടുണ്ട്. ജോലി ചെയ്യുന്ന സമയത്ത് ശമ്പളത്തിന്റെ ഒരു ഭാഗം പെൻഷന് വേണ്ടി അവർ തന്നെ എന്ത് ചെയ്യണം? നിക്ഷേപിക്കണം. പക്ഷെ അന്ന് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, ഈ കർഷക തൊഴിലാളികൾ 60 വയസ്സ് കഴിഞ്ഞ് ജോലിയിൽ നിന്നൊക്കെ പോയി കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ വരുമാനം വേണ്ടേ? ഒരു കട്ടൻ ചായ കുടിക്കാൻ, ഒരു ഗുളിക വാങ്ങാൻ, ഒന്ന് അങ്ങാടിയിലേക്ക് ഇറങ്ങിപ്പോകാൻ. 10-60 വയസ്സ് വരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ഒരു ദിവസം ജോലിയൊന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുമ്പോൾ മക്കളെ എല്ലാറ്റിനും ആശ്രയിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചെറിയ പ്രശ്നമാണോ? മക്കൾ തന്നെ പിന്നെ കൊടുത്തോളുന്നുണ്ടോ? ഇത്ര പ്രശ്നങ്ങളില്ലേ? അതുകൊണ്ട് ഞങ്ങളുടെ ഗവൺമെന്റ് ഈ കർഷക തൊഴിലാളിക്ക് ഒരു ചായ കുടിക്കാൻ, അതാണ്, അവന് ഒരു ചെറിയ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കും. അന്ന് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ കരുണാകരനാണ്, കോൺഗ്രസിന്റെ നേതാവ് കരുണാകരനാണ്.
കരുണാകരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സർക്കാരിന്റെ ഖജനാവിലെ പണമെടുത്തിട്ട് ഇങ്ങനെ നാട്ടിലെ കർഷക തൊഴിലാളികൾക്കൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല. അവര് രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്നു എന്നെങ്ങനെ പറയും? അവര് അധ്വാനിക്കുന്ന സമയത്ത് അവർക്ക് കൂലി ലഭിക്കുന്നുണ്ട്. അത് ഉപയോഗിച്ചവർ ജീവിക്കുക എന്നല്ലാതെ ഖജനാവിൽ സർക്കാരിന്റെ പണമെടുത്തിട്ട് ഇങ്ങനെ നാട്ടിൽ പലർക്കും കൊടുക്കുന്ന പരിപാടിയൊന്നും അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ അതിശക്തമായി എതിർക്കുന്നു എന്ന വാദമാണ് ആരും ഉയർത്തിയത്? കരുണാകരൻ ഉയർത്തിയത്. ഇപ്പോഴത്തെ വി ഡി സതീശന്റെയും രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഒക്കെ നേതാവാണ് കരുണാകരൻ. മരിച്ചുപോയി. നമ്മുടെ കെ മുരളീധരന്റെ അച്ഛനാണ്. അദ്ദേഹമായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ്. മനസ്സിലായില്ലേ? കരുണാകരൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മറ്റൊരു തന്ത്രമാണ്. സർക്കാരിന്റെ പണമെടുത്തിട്ട് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ലിസ്റ്റിൽപ്പെട്ടവർക്ക് പണം കൊടുക്കാനാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ പെൻഷൻ അനുവദിക്കില്ല എന്നാണ് അന്നവർ പറഞ്ഞത്. അത് തന്നെയാ ഇന്ന് കൈക്കൂലി എന്ന് പറയുന്നതിലൂടെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കന്മാരും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഈ പാവപ്പെട്ട ജനങ്ങളോടുള്ളൊരു മനോഭാവം അതാണ്. പക്ഷെ നായനാർ ഗവൺമെന്റ് കൊടുത്തു. എത്രയാ പെൻഷന്റെ തുടക്കം? 80 എത്രയാ പൈസ? ആരെങ്കിലും ഒന്ന് പറ. നമ്മളെ പ്രശ്നം ഇതാ, ഒന്നും ഓർമ്മയുണ്ടാവും. അന്നേരമുള്ള സംഗതി അല്ലാണ്ട് പിന്നെ മറന്നു. അതാണ് പ്രശ്നം. ഇപ്പോഴെത്രയാ? 1600. അത് തർക്കമില്ലല്ലോ അല്ലേ? അതെല്ലാവർക്കും അറിയാം. 1600. 1980 ആരംഭിച്ചത് 45 രൂപയാണ്. എത്ര അറിയാം? പറയാനൊരു ധൈര്യമില്ല. ഇത് തെറ്റിപ്പോടി. ഇതാണ് ഒരു തെറ്റുന്ന പ്രശ്നമില്ല. തെറ്റി അവിടെ ശരിയാക്കൂലേ? 45 രൂപയാണെന്ന് പെൻഷൻ പ്രഖ്യാപിച്ചത്. ആ ഗവൺമെന്റ് 80 മുതൽ 82 വരെ കേരളം ഭരിച്ചു. 2 കൊല്ലം. 2 കൊല്ലം കഴിഞ്ഞപ്പോ തെരഞ്ഞെടുപ്പ് വന്നു. നമ്മുടെ ഈ പെൻഷനെ എതിർത്ത കരുണാകരൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം 5 കൊല്ലം ഭരിച്ചു കേരളം. 87 വരെ. ആ 87 വരെ കേരളം ഭരിച്ചപ്പോ 45 രൂപയിൽ നിന്ന് 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. അങ്ങനെയല്ലേ? എന്നാൽ 5 കൊല്ലം ഭരിച്ചാൽ 45 എന്തായാലും ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തു തുടങ്ങി. 1 രൂപ വർദ്ധിപ്പിക്കണം. വർദ്ധിപ്പിച്ചില്ല. 87 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. വീണ്ടും നമ്മുടെ പെൻഷൻ ആരംഭിച്ച നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി. അന്ന് തൊഴിലാളി നേതാക്കന്മാരും പാർട്ടി നേതാക്കന്മാരും എല്ലാം നായനാരെ സമീപിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കാലത്ത് ആരംഭിച്ച 45 ഇപ്പോൾ 7 കൊല്ലമായിട്ട് 45 നിൽക്കുക, വർദ്ധിപ്പിക്കണ്ടേ? അങ്ങനെയാണ് ഗവൺമെന്റ് 45 രൂപ 60 ആക്കി വർദ്ധിപ്പിച്ചു. 60 രൂപ. ഇപ്പൊ 45 എത്രയായി? 60 നായനാരുടെ കാലത്ത്. 1991 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ നായനാർ ഗവൺമെന്റ് പോയി. കരുണാകരന്റെ നേതൃത്വത്തിൽ വീണ്ടും കോൺഗ്രസ് ഗവൺമെന്റ് വന്നു. പഴയ കരുണാകരൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി. ആ ഗവൺമെന്റ് 91 മുതൽ 96 വരെ നിന്നു. അവസാനത്തെ 1-2 കൊല്ലം ശ്രീമാൻ A.K. ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. 96 വരെ. ആ ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷൻ 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല. 60 തന്നെ നിന്നു. 61 ആയില്ല, 65 ആയില്ല, 70 ആയില്ല. അങ്ങനെ തന്നെ നിന്നു. ധാരാളം സമരങ്ങളൊക്കെ നടന്നു. ചിലപ്പോ നിങ്ങളിൽ ചിലരൊക്കെ അന്ന് സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ആ ഗവൺമെന്റ് 96 വരെയാ കേരളം ഭരിച്ച്. 96 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നപ്പോ പഴയ നായനാർ വീണ്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അപ്പോ നായനാർ ഗവൺമെന്റ് പെൻഷൻ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. 60 എത്രയാക്കിയെന്നറിയോ നിങ്ങൾക്ക്? 60 നേരെ ഇരട്ടിയായി. എത്ര? 120. അന്ന് 120 എന്നെല്ലാം പറഞ്ഞാൽ നല്ല പൈസയാണ്, ചെറിയ പൈസയൊന്നുമല്ല. അന്ന് ബസ്സിന് മിനിമം ചാർജ് 1 രൂപയോ 1.5 രൂപയായിട്ടാണ്. ഇന്നത്തെ 10 രൂപ പോലെയല്ല. ചായപ്പീടിയയില് ഇന്നിപ്പോ ഒരു പഴംപൊരിക്കും ചായക്കൊക്കെ 20-25 രൂപ വരുമെങ്കിൽ അന്ന് 1 രൂപയ്ക്ക് 2 രൂപയ്ക്ക് ഇത് കിട്ടുന്ന കാലമാണ്. അപ്പൊ ഒരു കർഷക തൊഴിലാളിക്ക് ഒരു 120 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം പീടിയയിൽ വൈകുന്നേരം പോയി ഒരു ചായയൊക്കെ കുടിച്ചു വന്നാൽ പൈസ ബാക്കിയുണ്ടാവും. ബീഡി വലിക്കുന്നവർക്ക് ബീഡി വാങ്ങിയാൽ ബാക്കിയുണ്ടാവും. ചെറിയ പൈസയാണ് ഇതിലൊക്കെ. ഒരു പാക്ക് ദിനേശ് ബീഡി വാങ്ങുക, ഒരു ചായ കുടിക്കുക, ഇതൊക്കെ എല്ലാ ദിവസവും നടക്കും. 10 ദിവസം നടക്കും. ഈ 120 രൂപയുണ്ട്. 120 രൂപ മുടങ്ങാതെ കൊടുത്തു.
ആ ഗവൺമെന്റ് 2001 വരെ കേരളം ഭരിച്ചു. 2001 വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ പഴയ കരുണാകരനല്ല മുഖ്യമന്ത്രിയായത്, പഴയ ആന്റണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. കോൺഗ്രസിന്റെ ഇവരുടെ നേതാവാ, ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടല്ലോ ആന്റണി. ആ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി, ആന്റണി മാറിയിട്ട് ഉമ്മൻചാണ്ടിയുമായി. ആ 2001 മുതൽ 2006 വരെ കേരളം കോൺഗ്രസ് ഭരിച്ച കാലത്ത് 120 ഉറുപ്പികയിൽ നിന്ന് 1 രൂപ പോലും വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല 28 മാസം പെൻഷൻ കൊടുത്തില്ല. എത്ര മാസം? 28 മാസം കേട്ടാ. ഇതെന്തിനാ പറയുന്നറിയ നിങ്ങള്? നമ്മളെ ഗവൺമെന്റ് ഇമ്മാളത്തേൽ 5 മാസം പെൻഷൻ കൊടുക്കുകയും വൈകിട്ട് എന്തെല്ലേരും കുലുമാല് അല്ലേ? ഒരു മറിയൻ ചട്ടിയെല്ലാം എടുത്തിട്ട് അങ്ങാടിയിൽ ഇറങ്ങി പിരിക്കുവാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് നമ്മളെ ചില ആളുകൾ എന്ത് ചെയ്ത് ഇതാളീ ശരിയെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്ത് പോയിട്ട് വോട്ട് കുത്തി കൊടുത്താലുണ്ട്. നിങ്ങളല്ല, നിങ്ങളങ്ങനെ ചെയ്യുന്ന ആളുകളെല്ലാം എല്ലാവർക്കും അറിയാം. പക്ഷെ ചിലരെല്ലാം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇതെന്ത് ഗവൺമെന്റ് ആയത് പൈസ എന്താ തരാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് 28 മാസം 28 മാസം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിന്റെ മേലെയാണ്. 2.5 കൊല്ലത്തിനടുത്താണ്. കൊടുത്തില്ലൊരു പൈസയും. അപ്പോഴാണ് 2006 തെരഞ്ഞെടുപ്പിൽ VS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. VS അച്യുതാനന്ദൻ. ആ VS ഗവൺമെന്റ് 28 മാസം കൊടുക്കാത്ത പെൻഷൻ മുഴുവൻ കൊടുത്തു. വിവിധ ഘട്ടങ്ങളായിട്ട് കൊടുത്തു 28 മാസത്തെ പെൻഷൻ മുഴുവൻ. പിന്നെയോ 120 ഉറുപ്പിക പെൻഷൻ 500 ഉറുപ്പിയാക്കി വർദ്ധിപ്പിച്ചു. എത്രയാക്കി? 500 ഉറുപ്പിയാക്കി VS ഗവൺമെന്റ്. നിങ്ങൾ കാണേണ്ടത് അപ്പോഴത്തേക്ക് എത്രയായി കൊല്ലം? 2006 മുതൽ 2011 വരെയായി. 80-ൽ തുടങ്ങിയ പെൻഷൻ 500 രൂപയിൽ എത്തിച്ചത് നായനാരുടെയും VSന്റെയും ഗവൺമെന്റാണ്. അതിനിടയിൽ കേരളത്തിൽ ഭരിച്ച കരുണാകരൻ ഗവൺമെന്റും ആന്റണി ഗവൺമെന്റും ഉമ്മൻചാണ്ടി ഗവൺമെന്റും 1 നയാ പൈസ പെൻഷൻ വർദ്ധിപ്പിച്ചില്ലെന്ന് മാത്രമല്ല 28 മാസം കൊടുക്കാതെ ഈ നാട്ടിലെ പാവപ്പെട്ടവരെ കണ്ണീര് കുടിപ്പിച്ചവരാണ്. അവരാ ഇപ്പോഴും എന്ത് പറയുന്നത്? ഈ പെൻഷൻ ഒന്നും ശരിയല്ല എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മനോഭാവം എന്താ? ഇത് കൊടുക്കണ്ട, എങ്ങനെയെങ്കിലും പൊളിക്കണം എന്നാണ്. 2011 VS ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് പോയി പഴയ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി. അവരിപ്പോൾ വലിയ നേതാവായിട്ടാണല്ലോ ഉമ്മൻചാണ്ടിയെ കാണുന്നത്. ആ ഗവൺമെന്റ് 18 മാസം പെൻഷൻ കൊടുത്തില്ല, 1.5 കൊല്ലം പെൻഷൻ കൊടുത്തില്ല. പക്ഷെ ആ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു. 500 രൂപ പെൻഷൻ എത്രയാക്കി വെച്ചു? 600 ആക്കി. 100 രൂപ കുട്ടി. പക്ഷെ കൊടുത്തില്ല. കൊടുക്കാത്ത എത്രയാ വർദ്ധിപ്പിച്ചുവിടാത്തത് അല്ലേ? പറഞ്ഞാൽ കൊടുക്കണ്ടേ? ആളുകളെ വ്യാമോഹിപ്പിച്ചു. എന്ത്? ഇതാ നിങ്ങളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചിരിക്കുന്നു 100 രൂപ. തൊഴിലാളികളും സാധാരണക്കാരും ഒക്കെ. അപ്പോഴത്തേക്ക് പെൻഷൻ, വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും എല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊടുത്തില്ല 18 മാസം. അപ്പോഴാണ് 2016-ൽ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നതും. ഏത് ഗവൺമെന്റ് വരുന്നതും? ഇപ്പോഴത്തെ നമ്മുടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. തെരഞ്ഞെടുപ്പിൽ 93 സീറ്റുമായി LDF അധികാരത്തിൽ വന്നു. സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങളെല്ലാം ഓർക്കുന്നുണ്ടാവും. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചേർന്നു. 2 തീരുമാനമാണ് അന്നത്തെ മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടത്. ഒന്ന്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുക്കാത്ത 18 മാസത്തെ പെൻഷൻ ഒരുമിച്ച് ആർക്ക് കൊടുക്കും? പെൻഷൻകാർക്ക് കൊടുക്കും. 18 മാസത്തെ എത്ര? 600. 18 മാസത്തെ 600 എന്ന് പറഞ്ഞാൽ 10 മാസത്തേക്ക് 6000 ഉറുപ്പിയും 8 മാസത്തേക്ക് 4800 ഉറുപ്പിയും അല്ലേ? അങ്ങനെയല്ലേ വരിക? 10800 ഉറുപ്പ്യ ഒന്നിച്ച് തരും. ഒരു തീരുമാനം. രണ്ടാമത്തെ തീരുമാനം 600 രൂപ പെൻഷൻ 1000 ആക്കി വർദ്ധിപ്പിക്കുന്നു. എത്രയാക്കി വർദ്ധിപ്പിച്ചു? 1000. പിന്നെന്താ സ്ഥിതി? ഈ പ്രഖ്യാപിച്ച് 2-3 മാസം കഴിഞ്ഞ് ഓണാകുമ്പോഴത്തേക്ക് 10800 ഉറുപ്പ്യാണ് ആളുകൾക്ക് ഇങ്ങനെ. നിങ്ങൾക്ക് വാങ്ങി ഓർമ്മ ഉണ്ട് ആർക്കെങ്കിലും? ഒന്നിച്ച് പൈസ എന്തിനായിരുന്നു ചെയ്യാണ്ട്? 2 പെൻഷനിൽ എന്നോട് എൻ്റെ അങ്ങട്ടയിലെ മാണിയമ്മ പറഞ്ഞ്, നീ കുഞ്ഞിമോനെ പെൻഷൻ വന്ന് മറ്റേ സുരേന്ദ്രനോട് പറയണ്ടായിരുന്നു. ഏത്? ശരി. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങളോൻ്റെ? ഒന്നും എനിക്ക് കിട്ടില്ല, തീർത്തോരങ്ങ് വാങ്ങുന്നു. മനസ്സിലല്ലേ? ആളുകൾക്ക് ഒന്നിച്ച് പൈസ കിട്ടി കയ്യിൽ. 18 മാസം കൊടുക്കാതിരുന്ന പണം
1000 വർദ്ധിപ്പിച്ചു. പിന്നെ 1000 കിട്ടി തുടങ്ങിയ ആളുകൾക്ക് 2017 1100 100 വർദ്ധിപ്പിച്ചു. 2018 പിന്നെ 100 വർദ്ധിപ്പിച്ചു, 1200 എല്ലാ കൊല്ലം 100 വർദ്ധിപ്പിക്കുകയാണ്. 2019 കോവിഡ് വന്നത്, ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? അതുവരെ പെൻഷൻ എങ്ങനെയാ കൊടുത്തത്? അതുവരെ പെൻഷൻ കൊടുത്തത് ഓണത്തിന് ഒരു 3-4 മാസത്തത്, ക്രിസ്മസിന് ഒരു 3-4 മാസത്തത്, വിഷുവിന് ഒരു 3-4 മാസത്തത്, ഇങ്ങനെയാ പെൻഷൻ കൊടുത്തത്. 3 തവണയായിട്ടാണ്. കോവിഡ് വന്നപ്പോ നാടാകെ പ്രശ്നമായി. നിങ്ങൾക്കെല്ലാം അറിയാം. കടകമ്പോളകൾ അടച്ചു, തൊഴിലുകൾ ഇല്ലാതായി, വായ മൂടിക്കെട്ടി ആളുകൾ ഇറങ്ങി, കൂടിച്ചേരലുകളെല്ലാം നിന്നു, സമ്മേളനങ്ങൾ ഇല്ലാതായി. നാം ഭയന്ന് ജീവിച്ച കാലമാണ്. സർക്കാരിന്റെ വരുമാനം ഇടിഞ്ഞു, നാടിന്റെ സമ്പദ് വ്യവസ്ഥ ദുർബലമായി. അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോ ജനങ്ങളുടെ കയ്യിൽ എങ്ങനെയെങ്കിലും നേരിട്ട് പണമെത്തിക്കണം. സാധാരണക്കാരുടെ കയ്യിൽ അവനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഭക്ഷണ സാധനമെല്ലാം സർക്കാർ നേരിട്ട് കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കി. റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യം വിതരണം ചെയ്തു. പ്രത്യേക കിറ്റുകൾ 5-8 മാസം കിട്ടി. 20 രൂപ കൂണ് കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടായി. ആ കാലത്തെ പ്രതിരോധിക്കാൻ നമ്മുടെ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു, ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുന്ന പെൻഷൻ ഇനി വീടുകളിലെത്തിക്കും. എങ്ങനെ വീടുകളിലെത്തിക്കും? എല്ലാ മാസവും വീട്ടിലെത്തിക്കും. ഈ പ്രഖ്യാപനം കേട്ടിട്ട് ഞാളൊക്കെ ഇങ്ങനെ അന്തം വിട്ടു. ഞാൻ ഈ പാർട്ടിന്റെ ആളുകളായതുകൊണ്ട് ഇത് എല്ലാ മാസവും ഈ പെൻഷൻ വീട്ടിലെത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരെത്തിക്കും, എങ്ങനെ എത്തിക്കും, എന്തെന്നാ ചെയ്യാന്നാണ്. ആ തീരുമാനമെടുത്ത് 2ാമത്തെ ആഴ്ചയല്ലേ ഗവൺമെന്റ് പറയുന്നത് പണം എത്തിക്കാൻ ഒരു പ്രശ്നമില്ല, സഹകരണ ബാങ്ക് നാട്ടിൽ എല്ലാ സ്ഥലത്തുണ്ട്. ആ സഹകരണ ബാങ്കിലെ ജീവനക്കാർ പെൻഷന്റെ ലിസ്റ്റ് എടുത്തിട്ട് എവിടെ കൊണ്ടു കൊടുക്കണം? വീട്ടിൽ കൊണ്ടു കൊടുക്കണം. ഇവിടെ ഏത് ബാങ്കാണ് കൊടുക്കുന്നത്? ഇവിടെ തിക്കോടി സർവീസ് സഹകരണ ബാങ്ക്. ഏത് പാർട്ടിന്റെ ആയാലും അവർ കൊടുക്കണം. തീരുമാനിച്ചില്ലേ? തീരുമാനിച്ചു. അങ്ങനെയാണ് എല്ലാ മാസവും എന്ത് വരാൻ തുടങ്ങിയത്? പെൻഷൻ വരാൻ തുടങ്ങിയത്. 2021 ആകുമ്പോഴേക്കും 1600 എത്തിച്ചു. ഇപ്പോഴാണ് 1600 നിൽക്കുന്നത്. 1600 നേരത്തെ ഉള്ളത് മുഴുവൻ കൊടുത്തു, 1600 ആക്കി. പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. കോൺഗ്രസ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോ പെൻഷൻ അപേക്ഷിക്കാനുള്ള വരുമാനത്തിന്റെ പരിധി 25,000 ഉറപ്പിക്കുകയാണ്. 25,000-ൽ കൂടുതൽ രൂപ നിങ്ങൾക്ക് വാർഷിക വരുമാനം ഉണ്ട് എന്ന് വില്ലേജ് ഓഫീസർ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? പെൻഷൻ കിട്ടില്ല. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു 1 ലക്ഷം വരുമാന പരിധി. അപ്പൊ 1 ലക്ഷം വരെ വരുമാനമുള്ളവർക്ക് എന്തിന് അപേക്ഷിക്കാം? പെൻഷന് അപേക്ഷിക്കാം. 2 കോൺഗ്രസ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ പറഞ്ഞത് വിധവാ പെൻഷൻ, വിധവയ്ക്ക് ആൺമക്കൾ ഉണ്ടാവുകയും ആൺമക്കൾക്ക് 18 വയസ്സ് തികയുകയും ചെയ്താൽ വിധവക്ക് കൊടുക്കുന്ന പെൻഷൻ നിർത്തണം. പിണറായി ഗവൺമെന്റ് പറഞ്ഞു ആൺമക്കൾ ഉണ്ടായിട്ട് കാര്യമില്ല, എല്ലാവരും നോക്കിക്കൊള്ളുന്നൊന്നുമില്ല. ഓൻ 2 കൊല്ലം കഴിയുമ്പോൾ കല്യാണം കഴിച്ച് ഭാര്യയല്ലായി, പിന്നെ എല്ലാം കൂടി പിന്നെ അമ്മേനെ മര്യാദയ്ക്ക് നോക്കിക്കില്ല, അവരെന്ത് ചെയ്യും? അതുകൊണ്ട് വിധവാ പെൻഷൻ വിധവയായിരിക്കുന്നിടത്തോളം കൊടുക്കണം, പുനർവിവാഹം ചെയ്യുന്നത് വരെ കൊടുക്കണം. അത് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന തീരുമാനമാണ്. അതാ വിധവാ പെൻഷൻ ഇങ്ങനെ നിൽക്കുന്നത്. മക്കൾക്ക് 18 വയസ്സായാലും 28 വയസ്സായാലും വിധവയാണെങ്കിൽ ഏത് പെൻഷൻ കിട്ടും? വിധവാ പെൻഷൻ കിട്ടും. പിണറായി ഗവൺമെന്റ് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന തീരുമാനമാണ്. 3ാമത് ഒരു വ്യവസ്ഥ കോൺഗ്രസ് ഭരിക്കുമ്പോഴുണ്ടായിരുന്നത് വീടിന്റെ അളവ് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടിയാൽ പെൻഷൻ കൊടുക്കാൻ പാടില്ല. നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞു 1000 സ്ക്വയർ ഫീറ്റ് വീട് എന്ന് പറയുന്നത് കേരളത്തിലെ അത്ഭുതമല്ല. പഴയ കെട്ടുന്ന പോലെ ഉണ്ടോ? എവിടെയെങ്കിലും പുരകെട്ട് അറിയാവോ ഇപ്പോഴത്തെ ആളുകൾക്ക്? അല്ലേ, ഇവിടെയും കെട്ടുന്ന പോലെയല്ലേ ഉണ്ടായിരുന്നത്? ഓലപ്പൊരിയല്ലേ പലതും ഉണ്ടായിരുന്നത് മുമ്പ്. തലേ ദിവസം പൊളിച്ചിട്ടിട്ട് അകത്തിങ്ങനെ ആകാശവും കണ്ട് കിടന്നിട്ട് പിറ്റേന്ന് ഓല വെച്ച് കെട്ടി അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്? ചെറിയ ചെറിയ വീടുകളല്ലേ, ചെറിയ അടുക്കള. ഇപ്പം വീടിന്റെ രൂപമൊക്കെ മാറി. പണ്ടൊരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു ചില വീടുകൾക്കെല്ലാം. ഓഫീസ് റൂം ഇല്ല, എല്ലാം ഹാളാണ്. അടുക്കള വേറെ, ഒരടുക്കളയാണ് ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം കൂടിയും അടുക്കള ഒന്ന് വേറെ, അതിലൊന്നും വെക്കൂല. എന്നിട്ട് ബേക്ക് ഏരിയ എന്ന് പറയുന്നത് വേറൊരു സ്ഥലമാണ്.
ഈ അടുക്കള ഇങ്ങനെ അലങ്കാരത്തിന് മറ്റെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇങ്ങനെ പലതും വെച്ച് അലങ്കാര വസ്തുക്കൾ, ഒരിക്കലും എടുക്കാത്ത പ്ലേറ്റ്, ഒരിക്കലും എടുക്കാത്ത ഗ്ലാസ്, എപ്പാ ഇതെല്ലാം എടുക്കുക തലയിൽ പോകാന്നറിയില്ല, എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഏരിയ ഉണ്ട്, വർക്ക് ഏരിയ എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ് നമ്മുടെ സംവിധാനം. അത് നല്ലതാണ്, അതൊരു കുറ്റമല്ല. നമ്മുടെ നാട് വളരുമ്പോൾ അങ്ങനെ പലതും വരും. അന്ന് അതുകൊണ്ട് കേരളത്തിൽ ഈ വീടിൻ്റെ അളവ് 1000 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ, അതുകൊണ്ട് 2000 സ്ക്വയർ ഫീറ്റ് വന്നു. ഈ 3 മാറ്റം പെൻഷന്റെ മാനദണ്ഡത്തിൽ വരുത്തി. അങ്ങനെ വന്നപ്പോഴോ പെൻഷൻകാരുടെ അപേക്ഷ വർദ്ധിച്ചു തുടങ്ങി. 2016 കോൺഗ്രസ് കേരളം ഭരിക്കും. ഇപ്പോഴത്തെ വി ഡി സതീശന്റെയും രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും പാർട്ടി കേരളം ഭരിക്കുമ്പോ കേരളത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 32 ലക്ഷമാണ്. അതാണിപ്പോൾ 52.5 ലക്ഷമായിട്ട് ഉയർന്നത്. 52.5 ലക്ഷമായിട്ട് ഉയർന്നത് പെൻഷൻ വാങ്ങുന്നതിന് ആളുകൾക്ക് ഈ മാനദണ്ഡം മാറ്റിയത് കൊണ്ടാണ്. അങ്ങനെ 52.5 ലക്ഷം പെൻഷൻകാർക്ക് ഇപ്പോൾ കേരളത്തിൽ എത്ര പൈസ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്? 1600 രൂപ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ പെൻഷൻ ഇടക്കാലത്ത് സർക്കാരിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ 4-5 മാസം കൊടുക്കാൻ പറ്റിയില്ല. ഇനി കൊടുക്കുവാനില്ലേ, ഒറ്റ മാസത്തെ തള്ളുവേ. ഇത് മറന്നു. ഇത് പിന്നെ അങ്ങ് തെരഞ്ഞെടുപ്പെല്ലാം വരുമ്പോൾ ഉണ്ടേനോളി മറ്റേ 5 മാസത്തെ നേരത്തെ തന്നിക്കില്ല, അത് തന്നിക്കില്ലേനോളി എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട. ഇപ്പൊ ഈ ഓണത്തിന് 2 മാസത്തെ തന്നോടുകൂടി ഇനി സെപ്റ്റംബറിലെ ഓഗസ്റ്റിലെ പൈസ മാത്രമേ ഉള്ളൂ. അവരുള്ള മുഴുവൻ തന്നു കേട്ടാ. ഇതിപ്പോ സെപ്റ്റംബറാണ്, ഓഗസ്റ്റിലെ പെൻഷൻ മാത്രമേ വരാൻ ബാക്കിയുള്ളൂ. എത്രയാ പൈസ വന്നത്? ഇപ്പോൾ മുഴുവൻ കൊടുത്തു നമ്മള്. ഈ തിക്കോടി പഞ്ചായത്തിൽ എത്ര പെൻഷൻകാരുണ്ട്? ഏകദേശം എത്ര പെൻഷൻകാരുണ്ട് ഏകദേശം? നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. അതായത് ഈ നേതാക്കന്മാരുടെ കുഴപ്പമാണ്. നിങ്ങളത് പഠിച്ചു വെക്കണം. നിങ്ങളിപ്പോ എത്രയാ എത്ര വാർഡുണ്ട് ഇവിടെ? 17 വാർഡ്. 17 വാർഡിൽ ഒരു 200 ആൾക്ക് പെൻഷൻ ഉണ്ടാവുന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. ഇല്ലേ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കാണേണ്ടത് ഒരു 3400 പെൻഷൻകാരെ കൂട്ടും നമ്മള്. 3400 ഇൻറ്റു 1600 സമം ഈ ഒരു മാസത്തേക്ക് ഈ പഞ്ചായത്തിൽ ഇപ്പോൾ സർക്കാർ ജനങ്ങളുടെ കയ്യിലെത്തിക്കുന്ന പണം എത്രയാണെന്നറിയോ? 54,40,000 രൂപ. ശരിക്കുള്ള കണക്ക് പഞ്ചായത്ത് നിന്ന് എടുത്താൽ 54 ലക്ഷം ആയിരിക്കില്ല, ഉറപ്പാണ്. അതിന് മേലെ ഉണ്ടാവും 54 ലക്ഷം. അത് 2 മാസത്തിന് ഒരുമിച്ച് കൊടുത്താൽ ഈ ഓണത്തിന് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം അവസാനം സെപ്റ്റംബർ മാസം ആദ്യം ഈ തിക്കോടി പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിൽ LDF സർക്കാർ കൊടുത്തയച്ച പണം 1,08,80,000 രൂപയാണ്. ഇത് കോൺഗ്രസ്സുകാർ തരുവോ? ലീഗുകാർ തരുവോ? നേരത്തെ ഒരു നയാ പൈസ പെൻഷൻ വർദ്ധിപ്പിക്കാത്തവർ, 28 മാസം കൊടുക്കാത്തവർ, 18 മാസം കൊടുക്കാത്തവർ, പെൻഷൻ കൈക്കൂലിയാണെന്ന് അധിക്ഷേപിക്കുന്നവർ, ഈ പെൻഷൻ തന്നെ വേണ്ട എന്ന് നയപരമായി നേരത്തെ തീരുമാനിച്ച ആളുകൾ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം എന്ന് വിചാരിച്ചിട്ട് പല കളിയും കളിച്ച് രംഗത്ത് വരുന്ന ഈ ആളുകൾ എങ്ങാനും കേരളത്തിൽ വന്നാൽ ഈ പെൻഷൻ നിൽക്കുവോ? 2016 നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പിണറായിയുടെ നേതൃത്വത്തിലുള്ള LDF സർക്കാരല്ല, കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് തന്നെയാണ് വന്നിരുന്നതെങ്കിൽ ഈ പെൻഷൻ ഉണ്ടാവോ? 18 മാസം കൊടുക്കാത്തവർ പിന്നെ കൊടുക്കുവോ? 80 ആരംഭിച്ചതിന് ശേഷം 82 മുതൽ 87 വരെ, 91 മുതൽ 96 വരെ, 2001 മുതൽ 2006 വരെ ഒരു നയാ പൈസ വർദ്ധിപ്പിക്കാത്തവർ അന്നത്തെ 600 രൂപ 1600 ആക്കി വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ വന്ന എന്തുകൊണ്ടാ? ഇങ്ങനെ 1600 ആയതും അത് കൃത്യമായി കൊടുക്കാൻ തുടങ്ങിയതും വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നതും പെൻഷൻകാരുടെ എണ്ണം വർദ്ധിച്ചതുമെല്ലാം ഈ നാട്ടിലെ ദുർബല വിഭാഗത്തോടും പാവപ്പെട്ടവരോടും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗത്തിനോടും പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയവും മുന്നണിയും നേതൃത്വവും കേരളം ഭരിക്കുന്നത് കൊണ്ടാണ്. അതാണ് LDF. ആ LDF ഒരു രാഷ്ട്രീയ വിവേചനമില്ലാതെ, ഒരു ജാതിമത വ്യത്യാസങ്ങളെയും പരിഗണിക്കാതെ അർഹരായ മുഴുവൻ ആളുകൾക്കും ഇത് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിൽക്കും? നമുക്ക് ഈ 1600 പോരാ. LDFന്റെ ലക്ഷ്യം 1600 എത്രയാക്കണം എന്നാണ്?
എത്രയാക്കണമെന്നാ? 1800 2500 ഇത് പറയുമ്പോ തന്നെ നിങ്ങളെ മുഖത്തുള്ള ചിരി കണ്ടാ അറിയാം ഇപ്പം കിട്ടിയിരിക്കണേ നല്ല. ഇതെല്ലാം കിട്ടണമെങ്കിൽ എന്നും വരണം കേട്ടോ. നമ്മള് പഞ്ചായത്തിലും വരണം, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരണം. മറ്റേ ആളുകളെ പിന്നെ ഉള്ള നുണയും കുറെ മാധ്യമങ്ങളുടെ പിന്തുണയോടെ ഉണ്ടാക്കുന്ന ബഹളവും കണ്ടിട്ട് അതാ ശരിയെന്നൊന്നും ഒരാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, നിങ്ങളെ കുടുംബക്കാരോടും ഇടവലക്കാരോടും പുരക്കാരോടും എല്ലാവരോടും പറയണം. ഈ ചരിത്രമൊക്കെ പറയണം. പെൻഷൻ തകർക്കാൻ ശ്രമിച്ചവർ, പെൻഷനെ അധിക്ഷേപിച്ചവർ, പെൻഷനെ അംഗീകരിക്കാത്തവർ, അധികാരത്തിൽ വന്ന ഘട്ടങ്ങളിൽ വർദ്ധിപ്പിക്കാത്തവർ, പാവപ്പെട്ടവന്റെ കണ്ണീര് കണ്ട് ആനന്ദിച്ചവർ ഇന്ന് ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന രാഷ്ട്രീയത്തെയും മുന്നണിയെയും തകർക്കണം എന്ന ലക്ഷ്യത്തോടെ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വസ്തുത ജനങ്ങൾക്കിടയിൽ എത്തിക്കലാണ് എന്തിന്റെ ലക്ഷ്യം? ഈ ആത്മാഭിമാന സംഗമത്തിന്റെ ലക്ഷ്യം. പെൻഷൻ മാത്രമാണോ? ഇപ്പൊ വീട് കേരളത്തിൽ ഒരാളുടെ സ്വപ്നമല്ലേ വീടെന്ന് പറയുന്നത്? പണ്ട് വീടേ ഉണ്ടായിരുന്നില്ലല്ലോ. കുടിലുകൾ കെട്ടി പാടവരമ്പത്തും പറമ്പിന്റെ മലമുകളിലും ജന്മിമാരുടെ എല്ലാ ഭീഷണികൾക്കും മുമ്പിൽ മുട്ടുമടക്കി ജീവിച്ച പാവപ്പെട്ടവരാണ് ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഭൂമി മുഴുവൻ ഭൂപ്രഭുക്കളിൽ കേന്ദ്രീകരിച്ച കാലം. അതിനെതിരെ പടപൊരുതി ഭൂമിയില്ലാത്തവന്റെ കയ്യിൽ ഭൂമി എത്തിച്ച് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം ജനങ്ങളെ അഭിമാനബോധമുള്ള ജനങ്ങളാക്കി മാറ്റിയത് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവുമാണ്. അതിന് കുടികിടപ്പ് അവകാശത്തിന് വേണ്ടിയുള്ള സമരം നടന്നു, മിച്ചഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടന്നു, തൊഴിലാളികൾക്ക് മാന്യമായ കൂലിക്കും പെരുമാറ്റത്തിനും അവർ നേരിടുന്ന അവശതകൾ പരിഹരിക്കാനുമുള്ള എണ്ണമറ്റ പ്രക്ഷോഭം നടന്നു. പല ഘട്ടങ്ങളിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷത്തിന്റെയും ഗവൺമെന്റുകൾ ഭൂമി നൽകിയവർക്ക് വീട് വെക്കാനും സുരക്ഷിതമായ വീടുകൾ ഉറപ്പുവരുത്താനും പലവിധ നടപടികളും സ്വീകരിച്ചു. അതിൽ 2006 VS ഗവൺമെന്റിന്റെ കാലത്താണ് EMS ഭവന പദ്ധതി എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ച് വീട് നിർമ്മിക്കാൻ പ്രവർത്തനം നടത്തിയത്. 2016 പിണറായി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ EMS ഭവന പദ്ധതിക്ക് പകരം ലൈഫ് മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതി തയ്യാറാക്കി. എന്താ ഗവൺമെന്റിന്റെ ലക്ഷ്യം? സർക്കാരിന്റെ പണത്തോടൊപ്പം മറ്റു പല മേഖലകളിൽ നിന്നും സ്വരൂപിക്കുന്ന പണം ഉപയോഗിച്ച് സർക്കാർ തയ്യാറാക്കിയ പാർപ്പിടമില്ലാത്തവരുടെ ലിസ്റ്റിൽപ്പെട്ടവർക്ക് വീട് കൊടുക്കുക. ഒന്നാമത്തെ പരിഗണന പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും. രണ്ടാമത്തെ പരിഗണന മറ്റ് വിഭാഗത്തിലെ ഭവനരഹിതരായ ആളുകൾക്ക്. അതിന് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി. ലൈഫ് മിഷനിൽ ഗവൺമെന്റ് ലിസ്റ്റ് ഉണ്ടാക്കി ഭവനരഹിതരുടെ. എത്രയാ വീട് കൊടുക്കേണ്ടത്? 5,79,568 ഗുണഭോക്താക്കൾ. 5,79,568 ഗുണഭോക്താക്കൾ കണ്ടെത്തി. അവർക്ക് മുഴുവൻ വീട് കൊടുക്കണം എന്ന് തീരുമാനിച്ചു. 9 കൊല്ലമായി നമ്മുടെ ഗവൺമെന്റ് ഭരിക്കുകയാണ്. എത്ര വീട് കൊടുത്തു? വീട് കൊടുത്തത് 4,52,156 വീടുണ്ടാക്കി താക്കോല് കൊടുത്തു. 4 ലക്ഷം രൂപയുടെ വീട്. 5,79,568 അകത്ത് 4,52,156 വീട് കൊടുത്താൽ ഇനി വീട് ബാക്കിയുള്ളത് 1,27,412 വീടാണ്. ബാക്കി വീട് മുഴുവൻ കൊടുത്തു. ഈ വീട് കൊടുത്തതിൽ പട്ടിക ജാതിക്കാർക്ക് കൊടുത്തത് 1,51,992 വീട്. പട്ടിക വർഗക്കാർക്ക് കൊടുത്തത് 45,048 വീട്. ആദിവാസികൾക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക് കൊടുത്തു. ബാക്കി മറ്റുള്ള ജനവിഭാഗത്തിനും കൊടുത്തു. ഇനി കൊടുക്കേണ്ട വീട് ജനറൽ വിഭാഗത്തിൽപ്പെട്ടവരാണ്. നിങ്ങളുടെ പഞ്ചായത്തിലും ലിസ്റ്റിൽപ്പെട്ട് ഇങ്ങനെ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാകും. നിങ്ങളുടെ ഇടവലത്തും നാട്ടിലും എല്ലാം ഉണ്ടാകും. അവർക്കെല്ലാം ഇപ്പൊ പൈസ കിട്ടും. ഈ സർക്കാരിന്റെ കാലാവധിക്കുള്ളിൽ 5,79,568 വീടും പൂർത്തീകരിക്കലാണ് സർക്കാരിന്റെ ലക്ഷ്യം.
അപ്പോഴാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് ലൈഫിലെ വീടെന്ന് പറയുന്നത് ജനങ്ങളെ വെറുതെ വ്യാമോഹിപ്പിക്കലാണ്. നിങ്ങൾ വോട്ട് ചെയ്യുക, വീട് തരും എന്ന് ഗവൺമെന്റ് ഇങ്ങനെ പറയാം. പക്ഷേ അത് വ്യാമോഹിപ്പിക്കലല്ല, യാഥാർത്ഥ്യമാണ്. 4.5 ലക്ഷത്തിലേറെ വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയ പണിയാണോ കേരളത്തിൽ നടന്നത്? ഈ പഞ്ചായത്തിലൊക്കെ വീട് കൊടുത്തിട്ടുണ്ടാവും. എത്ര? 226 വീട് ലൈഫ് മിഷനിൽ ഈ കാലത്ത് തിക്കോടി പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 226 വീട്. ഇതെല്ലാം ആരെങ്കിലും പറയുന്നുണ്ടോ? നമ്മളെ ചിലപ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയോ? കുറ്റം പറയലാണ് പ്രധാനം. എന്ത് നടക്കുന്നു, ആര് ഭരിച്ചിട്ടെന്താ, എല്ലാം കണക്കാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ കണ്ണു തുറന്ന് കാണണം. 226 വീട് ഈ തിക്കോടി പഞ്ചായത്തിൽ കൊടുത്തില്ലേ? അത് ചെറിയ കാര്യമാണോ? 226 വീട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4.5 ലക്ഷം വീട് നിർമ്മിക്കാൻ ഗവൺമെന്റ് ഈ കാലത്ത് ചെലവഴിച്ച പണം 18,258 കോടിയാണ്. ദേശീയപാതക്ക് മാത്രമല്ല പണം, മലയോര പാതക്ക് മാത്രമല്ല പണം, വിഴിഞ്ഞം തുറമുഖത്തിന് മാത്രമല്ല പണം, വൻകിട പദ്ധതികൾക്ക് മാത്രമല്ല പണം. ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിബദ്ധത സമൂഹത്തിലെ ഏറ്റവും ദുർബലരായ ജനവിഭാഗത്തോടാണ് പ്രതിബദ്ധത. ഈ 5,29,079,568 വീട് നിർമ്മിച്ച് താക്കോൽ കൊടുത്താൽ പുതിയ അപേക്ഷ ക്ഷണിക്കും. പുതിയ അപേക്ഷ ക്ഷണിക്കണമെങ്കിൽ അടുത്ത ഗവൺമെന്റ് വരണം. മറ്റേ ചെങ്ങായികളറ്റം വന്നാലുണ്ടല്ലോ എല്ലാം കാഞ്ഞുവേ. നല്ലോണം ആലോചിച്ചോളി. ഓരിതൊന്നും ആളുകൾ അറിയരുതെന്നാ വിചാരിക്കുന്നത്. പെൻഷൻ അറിയർ, ലൈഫിന്റെ അറിയർ, സംഗീതം, എന്നിട്ടിങ്ങനെ ബഹളം ഉണ്ടാക്കുക. ചാനലിന് മുമ്പിൽ വരും. ഗുളിക കുടിക്കുമ്പോൾ പോലെ പത്രക്കാർക്കാണോ? രാവിലെ ഒന്ന്, ഉച്ചക്കൊന്ന്, വൈകുന്നേരം. എന്നിട്ട് വായി തോന്നുന്ന പറയാ. ഇതാ പരിപാടി. ഭ്രാന്തടുത്ത് നടക്കുകയാണ് അധികാരം കിട്ടാൻ വേണ്ടി. നമ്മുടെ ഗവൺമെന്റും മന്ത്രിമാരും മുഖ്യമന്ത്രിയും എല്ലാം വ്യത്യസ്തമാണ്. ദുർബല ജനവിഭാഗത്തിന്റെ പരിരക്ഷ പ്രധാനമാണ്. ഇതാണ് വീടിന്റെ കാര്യം. ഒരു വലിയ പ്രഖ്യാപനം അടുത്ത നവംബർ 1-ാം തീയതി കേരളത്തിൽ നടക്കാൻ പോവാണ്. എന്താ പ്രഖ്യാപനം? അതിദാരിദ്ര്യമില്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. ഭക്ഷണത്തിന്, മരുന്നിന്, താമസത്തിന്, ഈ 3 കാര്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന കുടുംബമാണ് അതിദരിദ്ര കുടുംബം. ഭക്ഷണം വേണമെങ്കിൽ മറ്റുള്ളവരെ സഹായം വേണം. താമസിക്കണമെങ്കിൽ ബന്ധുക്കളെ വീട്ടിലോ ആരുടെയെങ്കിലും വീട്ടിൽ പോയി താമസിക്കണം. മരുന്നിന് ആരെയെങ്കിലും സഹായത്തിന് മരുന്ന് വാങ്ങണം. ഇങ്ങനെ കഷ്ടപ്പെടുന്നവരാണ്. അവരെത്ര ഉണ്ട് എന്ന് നമ്മുടെ ഗവൺമെന്റ് പരിശോധിച്ചപ്പോ 64,006 കുടുംബം കേരളത്തിൽ. 64,006 കുടുംബത്തിൽ 1,03,099 അംഗങ്ങൾ. ചെറിയ കുടുംബങ്ങളാണ്. ചിലത് ഒരാൾ മാത്രമേ ഉള്ളൂ, ചിലത് 2 ആൾ മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റില്ല, പണിക്കൊന്നും പോകാൻ പറ്റില്ല, ഒരു വരുമാനമില്ല. അവർക്ക് പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്, അന്ത്യോദയ അന്ന മറ്റേ അരി കിട്ടുന്നുണ്ട്, 35 കിലോ അരിയൊക്കെ കിട്ടും. പക്ഷെ അത് മാത്രം മതിയോ? മറ്റു പല ആവശ്യമില്ലേ? ഈ കുടുംബങ്ങളെ മുഴുവൻ ഗവൺമെന്റ് ഏറ്റെടുക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖേന 64,006 കുടുംബത്തെയും സംരക്ഷിച്ച് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട നാടായി വരുന്ന നവംബർ 1-ാം തീയതി കേരള പിറവി ദിനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവാണ് കേരളത്തെ. ഈ വിഭാഗത്തിൽപ്പെട്ട പിന്നെ ഒരൊറ്റ കുടുംബവും കേരളത്തിലില്ല. നമ്മുടെ രാജ്യമോ സ്വാതന്ത്ര്യം നേടിയിട്ട് 79 കൊല്ലമായി. പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ ലോകത്ത് 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാജ്യമുള്ളത്. എത്രയോ പിറകിലാണ് നമ്മുടെ നാട്. ഞാനിപ്പോ കഴിഞ്ഞ ഒരാഴ്ച ആന്ധ്രയിൽ കർഷക തൊഴിലാളി യൂണിയന്റെ അഖിലേന്ത്യാ കൗൺസിലിന് പോയപ്പോൾ ഞങ്ങൾ രാവിലെ നടക്കാൻ ഇറങ്ങും. ഞാനും കാസർകോട്ടെ KV കുഞ്ഞിരാമൻ. കാണുന്ന കാഴ്ച എന്താണെന്നറിയാം? റോഡിന്റെ സൈഡിലൊക്കെ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്. നമ്മുടെ കൊതുക് വല പോലത്തെ ഒരു സാധനം ഈ മേലെ ഇതൊക്കെ ഉള്ള അത് മാർക്കറ്റിൽ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടില്ല. എനിക്കപ്പോൾ മനസ്സിലായിട്ടില്ല ഇത് കൊതുക് വലയെന്ന് ഞാൻ വിചാരിച്ചത്. നോക്കുമ്പോൾ ഇത് തുറന്നിട്ട് ഇതിനുള്ളിൽ കിടന്നിട്ട് റോഡിന്റെ സൈഡിൽ സുഖമായിട്ട് ഉറങ്ങുകയാണ്. 1 ആളും 2 ആളും ഒന്നുമല്ല. അപ്പുറത്ത് നായി കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് മാലിന്യക്കൂമ്പാരുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്. കേരളത്തിൽ ആ കാഴ്ചയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി കേരളം. അതിദരിദ്രരില്ലാത്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റ്. ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ കേരളത്തിന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം എന്നിടത്തേക്ക് ആ തീരുമാനം വന്നിരിക്കുന്നു.
ചിലർ വിചാരിക്കുന്നത് സർക്കാർ നേരിട്ട് പൈസ നിൽക്കില്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. അങ്ങനെയുള്ളവരാ പറയുന്നത് സർക്കാർ എന്ത് ചെയ്യുന്നു. സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്താ? ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണമെത്തിക്കൽ മാത്രമല്ല, ഈ നാട്ടിലെ ഏതൊരു മനുഷ്യനും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കലാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. അതിൽ പാവപ്പെട്ടവർക്ക് സംരക്ഷണം നൽകാൻ പ്രത്യേക പദ്ധതി വേണം. അതോടൊപ്പം നാട്ടിലെ പാവപ്പെട്ടവരുൾപ്പെടെ എല്ലാവർക്കും സുരക്ഷിതത്വം നൽകാൻ നടപടി ഉണ്ടാവണം. ഇപ്പൊ ആരോഗ്യ മേഖലയിൽ നിങ്ങൾ നോക്കൂ, ആരോഗ്യ മേഖലയൊക്കെ തകർന്നു എന്നല്ല പ്രചരണം. ശരിയാണോ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി. ഇവിടെ കുടുംബാരോഗ്യ കേന്ദ്രം ഉണ്ടോ? PHC മാറിയില്ല, കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടില്ല. CHC കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ആണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അത് ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ മേലെയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നാട്ടിൻപുറത്തെ സാധാരണ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രോഗിയെ നോക്കാനുള്ള സ്ഥലം, മരുന്ന് കൊടുക്കാനുള്ള സ്ഥലം, മുറിവ് കെട്ടാനുള്ള സ്ഥലം, ഫാർമസി, മരുന്ന് സൂക്ഷിക്കുന്ന സ്ഥലം, പിന്നെ ലബോറട്ടറി സൗകര്യം, OP രജിസ്ട്രേഷൻ സൗകര്യം, ഇങ്ങനെ എല്ലാമായി 3 ഡോക്ടറാണ് ആശുപത്രി. സാധാരണ പഞ്ചായത്തിൽ ഞങ്ങളുടെ മലനാട്ടിലൊക്കെ 3 ഡോക്ടർ. നേരത്തെ എങ്ങനെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ? രാവിലെ ഡോക്ടർ വരും, ഒരു 9-9:30 വരും, 12:30 പോകും. പിന്നെ ബാക്കി മുഴുവൻ പുരയിലാണ്, അല്ലെ വേറെ ക്ലിനിക്കിലാണ്. ഇപ്പൊ 6 മണി വരെ. സ്കൂള് വിട്ട് വരുമ്പോൾ കുഞ്ഞന്റെ കാല് വെച്ചുത്തി എവിടെ പോയാൽ മതി? കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയാൽ ഡോക്ടറെ കാണാം. തൊഴിലുറപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ചെറുങ്ങനെ മുറിഞ്ഞു. 5 മണിക്ക് പണിക്കാരി, 6 മണിക്ക് ആശുപത്രിയിൽ എത്താൻ ആരെ കാണാം? ഡോക്ടറെ കാണാം. 5000-ഓളം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ വന്നു. മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെട്ടു. മിനിഞ്ഞാന്ന് അപകടത്തിൽ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയം, വൃക്ക, കരള് എല്ലാം എടുത്തിട്ട് ഡോക്ടർമാർ വരുന്ന കണ്ടിട്ടില്ലേ? മാറ്റിവെച്ചില്ലേ? സർക്കാർ ആശുപത്രിയില്ല. അതിന്റെ സംവിധാനം ഉണ്ടാക്കിയത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 22 ഏക്കർ ഭൂമിയിൽ അവയവ മാറ്റ ശസ്ത്രക്രിയകൾ ആശുപത്രി വരികയാണ്. മെഡിക്കൽ കോളേജ് ഗവൺമെന്റ് ആശുപത്രിയാ. മെഡിക്കൽ കോളേജിൽ എത്ര കിടക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? 3000 കിടക്കുന്നുണ്ട്. 3000 കിടക്കെ കിടന്നിട്ട് ബാക്കിയുള്ളവരായി നിലത്ത് കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ പോയി കണ്ടാൽ വിചാരിക്കും ഇവിടെ ഒന്നും ഒരു സൗകര്യമില്ല കേട്ടോ, എല്ലാവരും വരാന്തൊക്കെ കിടക്കുക. എന്തെന്നായി മെഡിക്കൽ കോളേജ്, എന്ത് സർക്കാർ ആശുപത്രി നമ്മൾ പറയാ? 3000 ആള് കിടക്കെ കിടന്നിട്ട് ബാക്കിയുള്ളതായി നിലത്ത് കിടക്കുന്നത്. അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാ? അവിടെ ചികിത്സ ലഭിക്കുന്ന ആളുകൾക്ക് എല്ലാണ് 4000 വരെ ആളുകളാ OP-യിൽ ചേരുന്നത് ഒരു ദിവസം. കാഷ്വാലിറ്റിയിൽ മാത്രം 100ഓളം ഓപ്പറേഷൻ നടക്കുന്നത്. നിങ്ങൾക്കറിയാമോ? കേരളത്തിൽ ഹൃദ്രോഗത്തെ തുടർന്നുള്ള മരണനിരക്ക് കുറഞ്ഞു. 6% ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബ് സംവിധാനം വന്നു. സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. സൗജന്യ മരുന്ന് വിതരണം വർദ്ധിച്ചു. സ്തനാർബുദം നേരത്തെ കണ്ടെത്താനുള്ള പരിശോധന 8 ജില്ലാ ആശുപത്രിയിൽ വന്നു. വലിയ മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ആരോഗ്യരംഗത്ത്. ചെറിയ മാറ്റമല്ല. 2016 കോൺഗ്രസ് ഭരിക്കുമ്പോ, VD സതീശന്റെയും ചെന്നിത്തലയുടെയും കോൺഗ്രസ് ഭരിക്കുമ്പോ ആരോഗ്യ ഇൻഷുറൻസിലെ തുക എത്രയാ? 30,000. എത്ര? 30,000. പിണറായിയുടെ കാലത്ത് ആരോഗ്യ ഇൻഷുറൻസ് തുക 5 ലക്ഷം. ഇതൊന്നും മറന്നു പറയേ. 30,000 എത്ര? 5 ലക്ഷം. ഈ സൗകര്യമെല്ലാം ഉറപ്പുവരുത്തുന്നതിലൂടെ ഈ നാട്ടിലെ സാധാരണക്കാരന് ഗുണമേന്മയുള്ള ചികിത്സ ഗവൺമെന്റ് ഉറപ്പുവരുത്തി. നിങ്ങൾക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടോ? അതാണ് സർക്കാർ നിങ്ങൾക്ക് ചെയ്യുന്ന സേവനം. വിദ്യാഭ്യാസ മേഖലയിൽ വന്ന മാറ്റം ആരെ ലക്ഷ്യം വെച്ച? ഈ നാട്ടിലെ കർഷക തൊഴിലാളി, ചുവട്ടു തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി ഉൾപ്പെടെ കുറഞ്ഞ കൂലിക്ക് പണിയെടുക്കുന്ന സാധാരണക്കാർ, പണിയെടുക്കാൻ 2 ദിവസം പോയില്ലെങ്കിൽ പട്ടിണി കിടക്കുന്ന കുടുംബം, അത്തരത്തിലുള്ളവരുടെ മക്കൾക്കുൾപ്പെടെ ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടണം. അതുകൊണ്ട് പ്രൈമറി വിദ്യാലയം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ മെച്ചപ്പെട്ടു. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം, യൂണിഫോം തയ്ക്കാനുള്ള പൈസ, കോളേജിൽ ഉച്ചഭക്ഷണമുണ്ട്. നിങ്ങൾ എവിടെയല്ലേ? ഗവൺമെന്റ് കോളേജിൽ ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അറിയാം ആർക്കാ കൊടുക്കുന്നത്? 30 കിലോമീറ്റർ ദൂരെ നിന്ന് കോളേജിൽ വന്ന് പഠിക്കുന്ന കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് പൈസ ഉണ്ടാ. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിന് പൈസ ഉണ്ടാ. ആടെ അടുക്കളയില്ല, പക്ഷെ ടോക്കൺ കൊടുക്കും പുറത്തു പോയി കഴിക്കാൻ. സർക്കാരാ പണം കൊടുക്കുന്നത്. ഈ നടപടികളെല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മെച്ചപ്പെട്ട ഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ട്. ഇപ്പൊ ദേശീയപാത നിർമ്മാണം പൂർത്തീകരിക്കാത്തതിന്റെ വിഷമതകൾ നിങ്ങളിപ്പോ അനുഭവിക്കുന്നുണ്ട്. അതൊക്കെ അതിവേഗം പരിഹരിക്കപ്പെടും. പക്ഷെ നിങ്ങൾ ഇവിടുന്ന് ബസ് കയറി കഴിഞ്ഞാൽ മിനിമം ചാർജ് 10 രൂപയാണ്. എന്താ മിനിമം ചാർജ് 10 രൂപയാകുന്നത്? KSRTC നിലവിലുള്ളത് കൊണ്ടാണ്. KSRTC എന്താ ഗവൺമെന്റ് പൂട്ടാത്തത്? ഈ നാട്ടിലെ സാധാരണക്കാരന് സുരക്ഷിതമായ യാത്ര കുറഞ്ഞ ചെലവിൽ ലഭിക്കാനാണ്. ഒരു ദിവസം കേരളത്തിൽ
KSRTC മുഴുവൻ ഓടണമെങ്കിൽ 1.25 ലക്ഷം ലിറ്റർ ഡീസൽ അടിക്കണം. 1.25 ലക്ഷം ലിറ്റർ ഡീസൽ. 1.25 ലക്ഷം ലിറ്റർ ഡീസൽ അടിച്ചാൽ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത്? അത്ര വലിയ യാത്രാ സംവിധാനമാണ്. ഇങ്ങനെയെല്ലാമുള്ള സംവിധാനം ഏർപ്പെടുത്തുന്നതിലൂടെ ജനങ്ങൾക്ക് സുരക്ഷിതമായ യാത്ര, ജനങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സാ സംവിധാനം, ജനങ്ങൾക്ക് പെൻഷൻ, അതിദരിദ്രരുടെ സംരക്ഷണം, പാവപ്പെട്ടവർക്ക് വീട്, അതുപോലെ തന്നെ റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യം ഏറ്റവും കുറഞ്ഞ ചെലവിൽ ജനങ്ങൾക്ക് അനുവദിക്കൽ, ഇങ്ങനെയെല്ലാം നിരവധി നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുണ്ട്. രാജ്യത്ത് വൈദ്യുതി ചാർജ് ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. കുടിവെള്ളത്തിന്റെ ചാർജ് ഏറ്റവും കുറവ് കേരളത്തിലാണ്. വൈദ്യുതി ചാർജ്, കുടിവെള്ളത്തിന്റെ ചാർജ് ഏറ്റവും കുറവ് കേരളത്തിലാണ്. ഇങ്ങനെ സമൂഹത്തിലെ പാവപ്പെട്ടവരും ദുർബലരും തൊഴിലാളികളുമായ ജനങ്ങൾക്ക് പരിരക്ഷ ഉറപ്പുവരുത്തി അതിലൂടെ ഒരു പുതിയ കേരളം പടുത്തുയർത്താനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നമുക്കിത് മാത്രം പോരാ. നിങ്ങളുടെ എല്ലാം വീട്ടിലെ പുതിയ കുട്ടികൾ, പുതിയ വിദ്യാഭ്യാസമുള്ളവരും അറിവ് നേടിയവരും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അത്ഭുത ലോകത്ത് ജീവിക്കുന്നവരുമാണ്. അവർ ഈ നാട്ടിൽ തന്നെ നിൽക്കണമെങ്കിൽ, അവർക്ക് സുരക്ഷിതമായ ഭാവി ജീവിതം ഉണ്ടാവണമെങ്കിൽ പുതിയ പദ്ധതികൾ വരണം, പുതിയ നിക്ഷേപം വരണം, പുതിയ നിരവധി ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ രൂപപ്പെടേണ്ടതുണ്ട്. അതിന് അതിവേഗത്തിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കേരളത്തിൽ എത്തിച്ചേരണം. അതിന് ദേശീയപാത വേണം. ഞങ്ങളുടെ നാട്ടിൽ 1116 കിലോമീറ്റർ നീളത്തിൽ മലയോര പാതയാണ് പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലൂടെ. അതിന്റെ പണി വേഗത്തിൽ നടന്ന് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ തിരിഞ്ഞു കഴിച്ചാൽ പോരാ, അങ്ങോട്ട് വരണം കേട്ടാ. ഞാളെല്ലാം ഇങ്ങോട്ട് വരുമ്പോലെ കുടുംബക്കാരെല്ലാം കൂടിയിട്ട് ഒരു വണ്ടിയോ തല്ല കുടുംബശ്രീയോ മറ്റോ എടുത്തിട്ട് പശ്ചിമഘട്ടത്തിന്റെ താഴ്വര കാണാൻ വരണം. മലകളും കുന്നുകളും അരുവികളും പാറക്കെട്ടുകൾക്കുമെല്ലാം ഇടയിലൂടെ മനോഹരമായൊരു യാത്രയാണ്. ഞങ്ങൾ കടൽ കാണാൻ വരുന്നത് പോലെ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടി വരും. നിങ്ങൾ എഴുതി വെച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ പശ്ചിമഘട്ടത്തിന്റെ താഴ്വര കാണാൻ വരും. മലയോര പാത പൂർത്തിയാവും, ഇപ്പൊ പൂർത്തിയാവും. മലനാട്, ഇടനാട്, തീരപ്രദേശം, ഇതാണ് കേരളം. ആ കേരളം മാറുകയാണ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ വലിയ സമ്പത്ത് കേരളത്തിലേക്ക് വരാൻ പോകുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ, K-ഫോൺ, വയനാട്ടിലേക്ക് തുരങ്കപാത, 8 കിലോമീറ്റർ തുരങ്കം. ആ തുരങ്കത്തിലൂടെ യാത്ര ചെയ്ത് വയനാട്ടിലെത്തുമ്പോ ഇപ്പോൾ പോകുമ്പോഴുള്ള ദൂരം പകുതിയായി കുറയും. ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ തുരങ്കം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ 2ാമത്തെ നീളമേറിയ തുരങ്കമാണ് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ എന്തെല്ലാം പദ്ധതികൾ, ഇങ്ങനെ പുതിയ പുതിയ നിരവധി പദ്ധതികൾ, പുതിയ പുതിയ വ്യവസായങ്ങൾ, പുതിയ പുതിയ സ്ഥാപനങ്ങൾ, പുതിയ പുതിയ കാഴ്ചപ്പാടുകൾ, ഇതിലൂടെയെല്ലാം കേരളത്തിലേക്ക് വിദേശ സഞ്ചാരികളെയും രാജ്യത്തിനകത്തുള്ള സഞ്ചാരികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ അകലാപ്പുഴ ഈ കാലത്ത് വന്നിരിക്കുന്ന മാറ്റം ചെറുതാണോ? വലിയ മാറ്റല്ലേ? മലബാറിലെ കുട്ടനാടാണ് യഥാർത്ഥത്തിൽ അകലാപ്പുഴ. എത്ര ആളുകൾ അവിടെ വരുന്നത്, അതുപോലെ എത്ര പ്രദേശം കാണാൻ. നിങ്ങൾ വൈകുന്നേരം പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് ഒരു പഴംപൊരിയും ചായയും കുടിച്ചാൽ സർക്കാരിനെന്തും കിട്ടുക? ഒന്നും കിട്ടൂല. സർക്കാരിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ എന്തല്ല, പുറത്തുനിന്ന് ആള് വന്നിട്ട് നല്ല ഹോട്ടലിൽ താമസിച്ച് നല്ല ബില്ല് വരണം. ഏത് ബില്ല്? ആ ബില്ലിൻ്റെ അകത്ത് ഇതിൻ്റെ പൈസേൻ്റെ കൂടെ GST എന്നും SGST എന്നും ഉണ്ടാവും. GST എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് നികുതി പോവും, SGST എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റിലേക്ക് വരും. നല്ല വണ്ടിയെല്ലാം പിടിച്ച് പോവുക, നല്ല ഹോട്ടലിൽ പാർക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇങ്ങനെയൊക്കെ വരണം. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് ചായയും കുടിച്ച് പുറക്കു പോയി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ മാത്രം വന്നതിനെ കൊണ്ട് കാര്യമില്ല, നമ്മൾ മാത്രം ഉണ്ടായതിനെ കൊണ്ട് കാര്യമില്ല. ഇവിടെ പുറത്ത് നാള് വരണമെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റണ്ടേ? ഇവിടെ പുറത്ത് നാള് വന്നാൽ കാണുവാൻ എന്തൊക്കെ വേണ്ടേ? ഇവിടെ പുറത്ത് നാള് വന്നാൽ നല്ല ഭക്ഷണം കിട്ടണ്ടേ? അങ്ങനെ പല മാറ്റങ്ങളും നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ രീതിയല്ല. ആ മാറ്റങ്ങളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നാട്ടിലേക്ക് പുതിയ ആളുകൾ വരികയും പുതിയ നിക്ഷേപം വരികയും പുതിയ സ്ഥാപനങ്ങൾ വരികയും അതിലൂടെ പുതിയ വരുമാനം ഉണ്ടാവുകയും ആ വരുമാനം ഉപയോഗിച്ച് നാടിന്റെ ദുർബല ജനവിഭാഗത്തിന്റെ സംരക്ഷണവും ഉറപ്പുവരുത്തി ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാനുള്ള പ്രതിജ്ഞാബദ്ധമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇങ്ങനെ ഒരു കാഴ്ചപ്പാടുമില്ലാത്ത മുന്നണിയാണ് ഏത് മുന്നണി? കോൺഗ്രസിന്റെ മുന്നണി. വികസനത്തെക്കുറിച്ച് കാഴ്ചപ്പാടില്ല, നാട്ടിൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കാഴ്ചപ്പാടില്ല. എങ്ങനെയെങ്കിലും ചുളുവിൽ അധികാരം കിട്ടണം, അതിനെ ജാതി മത ശക്തികളെയെല്ലാം കൂട്ടുപിടിച്ച് നിൽക്കുകയാണ്. അവർക്കെങ്ങാനും കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി? കോൺഗ്രസ്
എങ്ങനെ എത്തിയിരിക്കുന്നു എന്നതിന്റെ തെളിവ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസിന്റെ നേതാവ് അപ്പച്ചൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇന്നലെ അപ്പച്ചന്റെ മരുമകൾ പത്രക്കാരെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? വെള്ളയിട്ട് കള്ളന്മാരായി കോൺഗ്രസ്സുകാർ നടക്കുകയാണ്. ഞാനും വെള്ളയായിട്ട് ഇപ്പം എല്ലാം കൂടി മാറ്റേണ്ടി വരുന്ന ഞങ്ങൾക്കെല്ലാം തോന്നുന്നത്. ഇത് കോൺഗ്രസ് വെള്ളയിട്ട് കള്ളന്മാരായി നടക്കുകയാണ് കോൺഗ്രസ്സുകാർ അല്ലേ? നല്ല കോൺഗ്രസ്സുകാർ മരിക്കേണ്ടി വരികയാണ്. മുള്ളൻകുരിയെ കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്തു. 2023 KPCCയുടെ ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. എന്തെല്ലാം അഴിമതി! രമേശ് ചെന്നിത്തലയെ പോലെ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയൊക്കെയുള്ള പഴയ നേതാക്കന്മാരെയെല്ലാം ചവിട്ടി അരച്ച് VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയ പുതിയ തലമുറ നേതാക്കന്മാരെ നയിക്കുന്നത്. കൂടെ ലീഗിലെ പുതിയ താരം PK ഫിറോസ്. എന്താ അഴിമതി? അയാള് ഗൾഫിൽ ജോലി എടുക്കാൻ പോലും ഇവിടെ ലീഗിന്റെ പ്രവർത്തനം നടത്തുകയാണ്. KT ജലീൽ പത്രസമ്മേളനം നടത്തി കഥകൾ പറഞ്ഞിട്ട് ഒരു മറുപടി പറയാൻ സാധിച്ചില്ല. ഇതാണ് കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയം. രാഹുൽ മാങ്കൂട്ടത്തിൽ എത്ര പെൺകുട്ടികളെ ഗർഭചിത്രം നടത്തിയ? ആരെയും പരിചയപ്പെട്ടാൽ ഫോൺ നമ്പർ വാങ്ങിയിട്ട് പിന്നെ രാത്രി ഹായ് വാട്സപ്പിൽ. പിന്നെ ലവിന്റെ ചിഹ്നം ഇത് മറ്റേ പാവം പെൺകുട്ടികൾ വിചാരിക്കുകയാണ് ഇയാൾക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അയച്ച് മോളൂസ് എന്നെല്ലാം വിളിച്ച് ഇങ്ങനെ കഴിച്ച് പഞ്ചനക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുപോയി ഗർഭിണിയായി ശരി. എന്നാൽ പിന്നെ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നോക്കാന്ന് പറയുന്നതിന് ഇയാൾ തന്നെ മരുന്നുണ്ടാക്കി കൊടുക്കുന്നു. ആള് മരിച്ചുപോലെ. ഇത് ശരിയായ നടപടിയാണോ? രാഷ്ട്രീയത്തിന് ചേർന്നതാണോ? രാഷ്ട്രീയ പ്രവർത്തകർ ചേർന്നതാണോ? പൊതുപ്രവർത്തകർ ചേർന്നതാണോ? MLA ചേർന്നതാണോ? ഇങ്ങനെയുള്ളവർ നാടിന്റെ അധികാര കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ അഴിമതി നടത്തുന്നവരും വൃത്തികേട് ചെയ്യുന്നവരും ഇങ്ങനെ എന്ത് അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരും സ്ത്രീകളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരും അതിനോട് കരുണ കാണിക്കാത്തവരും ഒരു മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നവർ ഈ നെറികെട്ട രാഷ്ട്രീയത്തിന്റെ കയ്യിൽ ഈ നാട് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഇവിടെ പെൻഷൻ ഉണ്ടാവോ? ഇവിടെ വീടുണ്ടാവോ? ഇവിടെ അരി കിട്ടുമോ? ഈ നാട് നിലനിൽക്കുമോ? ജനങ്ങളുടെ ജീവിതമാക്കി ഉണ്ടാവോ? അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതൃത്വത്തിലുള്ള UDFന്റെ അധികാര കൊതിമൂത്ത ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തിനെതിരെ പ്രതികാരം ചെയ്യണം രാജ്യത്തെ ജനങ്ങൾ. അത് പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിച്ച് ചോര കുടിച്ച് നടക്കുന്ന പ്രസ്ഥാനമാണ് BJP. അവർ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ കൂടെ ഒരു കാലത്ത് നിന്നിട്ടില്ല. ഭൂമിക്ക് വേണ്ടിയുള്ള സമരത്തിൽ അവരുണ്ടോ? പാർപ്പിടത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അവരുണ്ടോ? പെൻഷന് വേണ്ടിയുള്ള സമരത്തിൽ അവരുണ്ടോ? ഭക്ഷണത്തിന് വേണ്ടിയുള്ള സമരത്തിൽ അവരുണ്ടോ? ഒരിടത്തും അവരില്ല. അവർ ജനങ്ങളെ ജാതി മത അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചത്. അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഈ രണ്ട് അപകടത്തെയും ചെറുത്ത് പരാജയപ്പെടുത്തുക, ദുർബല ജനവിഭാഗത്തിന് കൂടുതൽ ശോഭനമായ ഒരു ഭാവി ഉറപ്പുവരുത്തുക, എല്ലാ ദുർബല ജനവിഭാഗത്തിന്റെയും സംരക്ഷണം ഉറപ്പാക്കുക, അതോടൊപ്പം നാടിന്റെ പൊതുവായ വികസനത്തിനും പുതിയ തലമുറയുടെ ജീവിത പ്രതീക്ഷകൾക്കും സാക്ഷാത്കാരം നൽകാൻ കഴിയുന്ന ഭരണ സംവിധാനത്തെയും രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാലത്ത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമായിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ കൈക്കൂലിയല്ല അവകാശമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദുർബല ജനവിഭാഗത്തിന്റെ ഇടയിൽ തെറ്റായ ആശയങ്ങൾ പടർത്താനുള്ള നീക്കത്തെ തുറന്നു കാണിക്കാൻ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഈ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ നല്ല നിലയിൽ തന്നെ ആ സദസ്സ് ഇവിടെ സംഘടിപ്പിച്ചു. നിങ്ങൾ ഇപ്പോൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്ത് നിങ്ങൾ ഇടപെടുന്ന എല്ലാ ജനങ്ങൾക്കിടയിലും പ്രചരിപ്പിച്ച് കൂടുതൽ കരുത്തുറ്റ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുകൂടെ ഓർപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.